ഒരു ടീച്ചർ ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് അടിച്ചു. എന്നാൽ ഈ ടീച്ചർക്കെതിരായിട്ട് ആ കുട്ടിയുടെ പേരൻസോ സ്കൂൾ മാനേജ്മെന്റോ ഒരു ആക്ഷനും എടുത്തില്ല. കുട്ടിയെ ഇത്ര ക്രൂരമായി അടിക്കാൻ എന്താണ് കാരണം എന്ന് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഈ കുട്ടിയെ ഒരു കാര്യം തന്നെ ഞാൻ 2-3 ദിവസമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എത്ര പഠിപ്പിച്ചിട്ടും ഇവനൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഇവനിൽ നിന്ന് ആൻസർ വരുന്നില്ല. ഞാനിത് എത്രന്ന് വെച്ചാൽ സഹിക്കുക? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? അതുകൊണ്ട് ഞാൻ അടിച്ചു. ഇത് കേട്ട് മാനേജ്മെന്റും ടീച്ചറുടെ സൈഡ് തന്നെ ചേർന്നു. എത്ര പഠിപ്പിച്ചിട്ടും മനസ്സിലാവാത്തവന് ഇങ്ങനെ തന്നെ വരണമെന്ന് അവരും പറഞ്ഞു. ഈ മാനേജ്മെന്റ് കുട്ടിയുടെ പേരൻസിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ മാനേജ്മെന്റ് ഈ ടീച്ചറെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. അതിനുശേഷം ടീച്ചറോട് ഒരു കാര്യം പറഞ്ഞു. അതായത്, ടീച്ചറെ, നമ്മൾ ഈ സ്കൂളിൽ പുതിയതായിട്ട് ജർമ്മൻ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കറിയാം ടീച്ചർ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ കുട്ടികളെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ടീച്ചർ നിങ്ങൾ തന്നെയാണ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യണമെന്ന് അറിയോ? ടീച്ചർ 1 മാസത്തെ ലീവ് എടുത്തിട്ട് വീട്ടിൽ പോയി ഇരുന്ന് ഈ ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. ടീച്ചർക്ക് ഞങ്ങൾ ലീവും തരാം, അതേസമയം ഡബിൾ സാലറിയും തരുന്നതായിരിക്കും. അപ്പൊ ടീച്ചർ ലീവ് എടുത്തിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് സ്കൂളിലേക്ക് തിരിച്ചു വരണം. അതായത് ടീച്ചർ വേറെ ഒന്നും ചെയ്യണ്ട, വീട്ടിൽ കുത്തിയിരുന്ന് 1 മാസം എങ്ങനെയെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക. അതിനുശേഷം ടീച്ചർ ഞങ്ങളുടെ കുട്ടികളെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചെടുക്കുക. ഇത് കേട്ടിട്ട് ടീച്ചർക്ക് വളരെ വിചിത്രമായി തോന്നി. ടീച്ചർ പറഞ്ഞു, അതിന് എനിക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് തന്നെ മര്യാദക്ക് അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ ഈ കുട്ടികളെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചെടുക്കും? ഇതിന് മറുപടിയായിട്ട് മാനേജ്മെന്റ് ആ ടീച്ചറോട് പറഞ്ഞു, ഞങ്ങൾക്കറിയാം നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, നിങ്ങൾക്ക് എന്തായാലും ഇത് സാധിക്കും. അപ്പൊ ഇത് കേട്ടപ്പോ ടീച്ചർക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. ടീച്ചർ എന്ത് ചെയ്തു? 1 മാസത്തെ ലീവ് എടുത്ത് കുത്തിയിരുന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം ടീച്ചർ 1 മാസത്തെ ലീവ് ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചെത്തി. ഈ ടീച്ചറെ കണ്ട മാനേജ്മെന്റും പ്രിൻസിപ്പളും ഒക്കെ വളരെ സന്തോഷത്തോടെ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ഞങ്ങളുടെ കുട്ടികൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഉത്സാഹത്തിലാണുള്ളത് ഇപ്പോ. ഇത് കേട്ട ടീച്ചർ വളരെ നിരാശയോടെ മാനേജ്മെന്റിനോടും പ്രിൻസിപ്പലിനോടും പറഞ്ഞു, സർ, ഈ 1 മാസം ഞാൻ കുത്തിയിരുന്നിട്ട് എനിക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ ABCD, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യം പോലും പഠിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സർ എന്ന് അവര് പറഞ്ഞു. ഒരു 6 മാസം ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഞാൻ വളരെ നന്നായി പരിശ്രമിച്ചിരുന്നു. ഞാൻ ഓൺലൈൻ കോഴ്സും യൂട്യൂബും ഒക്കെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് 1 മാസത്തിനുള്ളിൽ ഇത് പഠിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട് മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനും ദേഷ്യം വന്നു. അവര് പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞങ്ങൾ ടീച്ചർക്ക് ലീവ് തന്നു, സാലറിയും തന്നു, എന്നിട്ട് ടീച്ചർക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ടീച്ചറെ എന്തായാലും പണിഷ് ചെയ്യേണ്ടി വരും. ഇത് കേട്ട് ടീച്ചർ പറഞ്ഞു, എന്റെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ലീവ് എടുത്തത്. ഞാൻ ശ്രമിച്ചല്ലോ, പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുന്നില്ല, ഇത്ര പെട്ടെന്ന് എന്നെ കൊണ്ട് സാധിക്കില്ല. ഇത് കേട്ട മാനേജ്മെന്റും പ്രിൻസിപ്പളും ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഒന്ന് ആലോചിച്ചു നോക്കൂ. പുതുതായി സ്കൂളിൽ വരുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ, അവർക്ക് ഈ ലോകത്തിൽ ഒന്നും അറിയില്ല. സ്വന്തം പേരൻസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ സ്കൂളിൽ വെച്ച് ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അത് മാത്രമേ അവർക്ക് അറിയൂ. അതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവ് എല്ലാ കുട്ടികളിലും ഒരുപോലെയാണോ ടീച്ചറെ? അതിലും വ്യത്യസ്തതയില്ലേ? ചില ആളുകള് യൂട്യൂബ് മാത്രം നോക്കിയിട്ട് വെറും 1 മാസത്തിനുള്ളിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചെടുക്കും. ടീച്ചർക്ക് അതിന് കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെയുള്ള നിങ്ങള് വെറും 3 ദിവസത്തിനുള്ളിൽ ഒരു ചെറിയ കുട്ടിയെ എന്തോ ഒരു കാര്യം പഠിപ്പിച്ചു, അത് നിങ്ങൾ പറഞ്ഞ ലെവലിലേക്ക് എത്തിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ആ കുട്ടിയെ എത്ര ക്രൂരമായി അടിച്ചു. ഇത് കേട്ട ടീച്ചർക്ക് കാര്യം പിടികിട്ടി. പക്ഷെ അവർക്ക് മാനേജ്മെന്റിനോടോ പ്രിൻസിപ്പലിനോടോ പറയാൻ വേണ്ടി ഒരു ഉത്തരവും കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ പുതിയ ടീച്ചർമാർക്കും സ്കൂളുകളിൽ ഇതുപോലുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ചില കുട്ടികൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം വളരെ വേഗത്തിൽ തന്നെ പഠിച്ചെടുക്കും. ചില കുട്ടികൾക്ക് അതിന്റെ 50% മാത്രമേ പഠിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ പഠിക്കാൻ സമയം കൊടുക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ സ്ഥാനത്ത് നിങ്ങൾ ടീച്ചർമാർ നിങ്ങളെ സങ്കല്പിക്കുക. അത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടിയെയും ഒന്നും ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ടീച്ചർമാർ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ചിരിച്ച മുഖത്തോടെ, സന്തോഷത്തോടെ, ആക്ടിവിറ്റി മെത്തേഡിലൂടെ, ലേണിംഗ് വിത്ത് ഫണ്ണിലൂടെ പഠിപ്പിക്കുക.
ആ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നതായിട്ടല്ല തോന്നുക, നിങ്ങൾ അവരുടെ കൂടെ കളിക്കുന്നതായിട്ടേ അവർക്ക് തോന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.